ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യാവന്ദനം പാർട്ട് 7. പഴംപാട്ടും പഴങ്കഥയും. ഇന്ന് ശിവസ്തുതിയാണ് നമ്മൾ ചെയ്യുന്നത്. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. നമഃ ശിവായ സാംബായ ശംഭവേ ശങ്കരായ ച നമോ ഹാലാസ്യനാഥായ സച്ചിദാനന്ദരൂപമേ നമഃ. ഓം ഹ്രീം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം ഹ്രീം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം ഹ്രീം നമഃ ശിവായ ഓം നമഃ ശിവായ. നമഃ ശിവായാം പാർവതി വല്ലഭ പരമേശ ശങ്കര നമിച്ചിടും നീൻ തവ പദയുഗളം അഖിലേശ. നമഃ ശിവായാം പാർവതി വല്ലഭ പരമേശ ശങ്കര നമിച്ചിടും നീൻ തവ പദയുഗളം അഖിലേശ. ജനിച്ചു ഞാനും ഭുവനിതലേ നല്ല വടിവോടെ ശങ്കര മരിച്ചിടുമ്പോൾ തവ പദയുഗളം അഖിലേശ. ജനിച്ചു ഞാനും ഭുവനിതലേ നല്ല വടിവോടെ ശങ്കര മരിച്ചിടുമ്പോൾ തവ പദയുഗളം അഖിലേശ. പെരുത്തമായ ജലധിയിൽ വീണിടും ഇവളെ നീ സർവദാ കരത്തിലേന്തി കരയതിലേറ്റുക കൃപയോടെ. പെരുത്തമായ ജലധിയിൽ വീണിടും ഇവളെ നീ സർവദാ കരത്തിലേന്തി കരയതിലേറ്റുക കൃപയോടെ. നമഃ ശിവായാം പാർവതി വല്ലഭ പരമേശ ശങ്കര നമിച്ചിടും നീൻ തവ പദയുഗളം അഖിലേശ. ശിവ പഞ്ചാക്ഷര സ്തോത്രം. മഹാദേവനെ പറ്റിയുള്ള മിക്ക സ്തോത്രങ്ങളും പഞ്ചാക്ഷര സ്തോത്രങ്ങൾ തന്നെയാണ് രചിച്ചിട്ടുള്ളത്. ഇത് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ രചിച്ച ഒരു കൃതിയാണ്. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. മന്ദാകിനി സലിലചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രഥമനാഥ മഹേശ്വരായ മന്ദാരപുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമഃ ശിവായ. ശിവായ ഗൗരീവദനാരവിന്ദ സൂര്യായ ദക്ഷാധ്വരനാശനായ ശ്രീനീലകണ്ഠായ വിഷധ്വജായ തസ്മൈ ശികാരായ നമഃ ശിവായ. വസിഷ്ഠകുംഭോത്ഭവ ഗൗതമാര്യ മുനീന്ദ്രദേവാർച്ചിതവന്ദിതായ ചന്ദ്രാർക്കവൈശ്വാനരലോചനായ
തസ്മൈ വകാരായ നമഃ ശിവായ. യക്ഷസ്വരൂപായ ജടാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇന്ന് ആത്മവിശ്വാസത്തെ പറ്റിയൊരു കഥ പറയാം. എബ്രഹാം ലിങ്കനെ പറ്റി എല്ലാവർക്കും അറിയാം. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം അടിമത്വം, അമേരിക്കയിൽ നിലനിന്നിരുന്ന അടിമത്വത്തെ കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സിവിൽ വാർ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കയിലെ അടിമത്വത്തെ അവസാനിപ്പിച്ച് മനുഷ്യരെ അടിമകളാക്കി വയ്ക്കുന്ന ഒരു വലിയ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുവാൻ ഒരുപാട് യുദ്ധം ചെയ്ത് ഒരു മഹാ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. മഹാനായ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം വളരെ ദരിദ്രമായ അവസ്ഥയിലായിരുന്നു അദ്ദേഹം വളർന്നത്. ആ കാലത്ത് പാവങ്ങൾക്കൊക്കെ, വളരെ പാവപ്പെട്ടവർക്ക് തണുപ്പിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ തടി കൊണ്ടുള്ള ഒരു ഒറ്റമുറിക്കകത്താണ് കിടപ്പും ഇരിപ്പും കഴിപ്പും പഠിപ്പും പിന്നെ കുക്കിങ്ങും എല്ലാം അവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ദാരിദ്ര്യമുള്ള അവസ്ഥയാണ്. അച്ഛൻ വിറക് വെട്ടുകാരനും അങ്ങനെ എന്തോ ആയിരുന്നു. അമ്മ വീട്ടു ജോലികളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ അദ്ദേഹത്തിന് വസ്ത്രങ്ങളില്ല, ഒരു ജോഡി വസ്ത്രമേ ഉള്ളൂ. പഴയ ഉപയോഗിച്ച് കഴിഞ്ഞ പുസ്തകങ്ങളാണ് പഠിക്കാനുള്ളത്. മറ്റുള്ളവർ പഠിച്ചുപയോഗിച്ച് കഴിഞ്ഞ പുസ്തകങ്ങളെ പഠിക്കാനുള്ളൂ, അല്ലാതെ ഒന്നും വാങ്ങിക്കാനുള്ള ഇതില്ല. സ്കൂളിൽ പോകണം എന്നുള്ളത് അമ്മയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു. അമ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാക്ക് ബോൺ. അമ്മയാണ് അദ്ദേഹത്തിനെ വളർത്തുന്നതിലും അദ്ദേഹത്തിനെ ഇങ്ങനെ വലുതാകുന്നതിലും ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത് ഒരുപാട് പ്രചോദനം നൽകിയത് അമ്മയുടെ ആ ഒരു വാത്സല്യവും അമ്മയുടെ കെയറിങ്, അമ്മയുടെ ശുശ്രൂഷയും അമ്മയുടെ പ്രോത്സാഹനങ്ങളുമാണ് അദ്ദേഹത്തിന് ഇത്രയും ഇത്ര ചെറിയൊരു പൊസിഷനിൽ നിന്നും ഇത്രയും വലിയ ഒരാളായിട്ട് വളരാനായിട്ട് സഹായിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ തന്നെയാനുള്ള കഴിവ്. അദ്ദേഹം കാണാനൊട്ടും സുന്ദരനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അങ്ങനത്തെ സങ്കടങ്ങൾ, അതായത് നല്ല എമ്പതി, സഹതാപവും അനുതാപവും അമ്മ കുട്ടിക്കാലം തൊട്ടേ മകനിൽ വളർത്തു. അതിനേക്കാളും ഏറ്റവും വലിയൊരു സംഭവം അമ്മ വളർത്തി കൊടുത്തത് ആത്മവിശ്വാസമാണ്. സ്വന്തം ഏത് രീതിയിലാണെങ്കിലും അവനവനെ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ അവനവനെ സ്വീകരിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ സ്വീകരിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കി കൊടുത്ത അമ്മയാണ്. അതിൻ്റെ ഒരു കഥ. ഒരു ദിവസം എബ്രഹാം സ്കൂളിൽ നിന്ന് വന്നിട്ട്, എബി എന്നാണ് വിളിക്കുന്നത്, എബ്രഹാം സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, അമ്മ ഇനി ഞാൻ സ്കൂളിൽ പോകണില്ല, എനിക്ക് പോകാൻ പറ്റില്ല, വളരെ മോശം, എനിക്ക് വളരെ സങ്കടം തോന്നുന്ന അവസ്ഥയാണ് അവിടെ നടക്കുന്നത്. എന്താണ് അവിടെ എല്ലാ തരത്തിലുള്ള കുട്ടികളും പഠിക്കുന്നുണ്ടല്ലോ, അപ്പം പണക്കാരായ കുട്ടികൾ അവർക്കൊക്കെ. അപ്പം എനിക്ക് എപ്പോഴും ഈ മോശമായ ഡ്രസ്സും എൻ്റെ പുസ്തകങ്ങളൊക്കെ കീറി പറഞ്ഞ പുസ്തകം, അതിനാണ് അവരെല്ലാവരെയും ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്. ഇങ്ങനത്തെ പുസ്തകം വെച്ച് പഠിച്ചിട്ട് നീ എന്താവാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ കളിയാക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, മകനെ, പുസ്തകത്തിൻ്റെ പുറംചട്ട കീറിയതുകൊണ്ടോ പുസ്തകത്തിൽ 1-2 താളുകളിൽ അഴുക്ക് വരേണ്ടതെന്നുകൊണ്ടോ ഒരു കാര്യവുമില്ല. അതിനുള്ളിലെ വസ്തുത, അതിനുള്ളിലെ കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി അത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുക. അല്ലാതെ നമുക്ക് പുസ്തകത്തിൻ്റെ പുറംചട്ട, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പുറംചട്ട, വസ്ത്രം എന്തണിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഉള്ളിൽ എന്താണ്, നമ്മുടെ ഉള്ളിൽ എത്രത്തോളം മനുഷ്യത്വമുണ്ട്, എത്രത്തോളം സഹതാപമുണ്ട്, സൗഹൃദമുണ്ട്, മറ്റുള്ളവരോട് ആനന്ദമുണ്ട്, അതിലാണ് കാര്യമിരിക്കുന്നത്. ബാക്കിയെല്ലാം നിഷ്പ്രയോജനം. മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനുള്ള മനസ്സ്, അതൊക്കെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ട മകനെ. ബാക്കിയുള്ളവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, പുസ്തകം നോക്കി പഠിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അവന് മനസ്സിലായി, നല്ല ബുദ്ധി കൂർമ്മതയുള്ള കുട്ടിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മുടെ ഈ ദാരിദ്ര്യമോ ഈ ഇല്ലായ്മയോ അല്ലെങ്കിൽ വസ്ത്രത്തിൽ സൗന്ദര്യമില്ലായ്മയോ പുസ്തകത്തിൽ സൗന്ദര്യമില്ലായ്മയോ ഒന്നും കാര്യമില്ല. ബാഹ്യമോടികൾക്കൊന്നും ഒരു അർത്ഥവുമില്ല. നമ്മുടെ ഉള്ളിൽ എന്താണോ അതിനാണ് അർത്ഥമുള്ളത്. അതാണ് നമുക്ക് സൗന്ദര്യം നൽകുന്നത് എന്ന് അമ്മ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പഠിച്ച് ആത്മവിശ്വാസത്തോടുകൂടി വളർന്നു വലുതായി അദ്ദേഹം അമേരിക്കയിലെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് അങ്ങേരെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിൽ പല സ്ഥലത്തും പോയിട്ട് വോട്ട് ചോദിച്ച് ജയിച്ച ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം ജയിച്ച സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് അദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട് വലിയ മീറ്റിങ്ങുകളൊക്കെ നടത്തും. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ
ഭംഗിയുള്ള ഒരു മുഖം ആയിരുന്നില്ല. വളരെ മെലിഞ്ഞ ഒരു മുഖം, ഒത്തിരി ആകർഷണീയമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മുഖം. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ആകർഷണീയതയാണ് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്, വാസ്തവത്തിൽ ബാഹ്യ സൗന്ദര്യം കൊണ്ടല്ല. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോൾ, ഒരു ഗ്രാമപ്രദേശത്തിലുള്ള ഒരു സ്ഥലത്ത് പോയി വലിയൊരു മീറ്റിംഗാണ് അവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം സ്റ്റേജിലിരിക്കുമ്പോൾ, വേദിയിലിരിക്കുമ്പോൾ ദൂരെ ഒരു ചെറിയ പെൺകുട്ടി ഒരു പടം ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. അച്ഛൻ്റെ തോളിലാണ് ആ കുട്ടി ഇരിക്കുന്നത്, കാരണം അല്ലെങ്കിൽ കാണാൻ പറ്റില്ല, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അച്ഛൻ്റെ തോളിലിരുന്നുകൊണ്ട് ഒരു പടം ഇങ്ങനെ ഉയർത്തി കാണിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കൂടെ ഇരുന്നവരോട് പറഞ്ഞു, ആ പെൺകുട്ടിയെ മുൻപിലേക്ക് കൊണ്ടുവരൂ, എന്താണ് അവൾ എന്നെ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം ആ കുട്ടി എബ്രഹാം ലിങ്കണ് താടിയൊക്കെ വെച്ച്, എബ്രഹാം ലിങ്കൻ്റെ ഫേസിൽ താടിയൊക്കെ വരച്ച് ചേർത്ത് നല്ലൊരു പ്രൊഫൈൽ ആണ് വരച്ചിരിക്കുന്നത്, നല്ലൊരു മുഖചിത്രം വരച്ചിട്ട് അതിൻ്റെ താഴെ ഇടങ്ങിയിരിക്കുകയാണ്, മിസ്റ്റർ പ്രസിഡൻറ്റ്, എനിക്ക് തോന്നുന്നു അങ്ങ് താടിയൊക്കെ വെച്ച് ഇങ്ങനെ ആവുകയാണെങ്കിൽ വളരെ സുന്ദരനായിത്തീരും എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ആ കുട്ടിക്ക് ഇങ്ങനെ അടുത്തുപോയി കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ അദ്ദേഹം കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചതാണ്. അദ്ദേഹം ആ കുട്ടിയെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ആ കുട്ടിക്ക് എത്ര ചെറിയ കുട്ടിക്ക് എത്രമാത്രം ഭാവനയാണ് മനസ്സിലുള്ളത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. തൻ്റെ കഴിവ്, വാസന അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ഒരു മാറ്റം വരുത്തുവാനായിട്ട് വളരെ ഭംഗിയായിട്ട് ആ കുട്ടി ഉപയോഗിച്ചു. അന്ന് തൊട്ടാണ് അദ്ദേഹം ആ ചെറിയ കുട്ടിയുടെ ഒരു അഭിപ്രായം പോലും സ്വീകരിച്ചുകൊണ്ട്, അതിനാണ് മഹത്വം എന്ന് പറയുന്നത്. ആരിൽ നിന്നും എന്തും സ്വീകരിക്കുവാനുള്ള കഴിവ്. ആരെന്ത് ഉപദേശം ചെയ്താലോ നീ എന്ത് പറയണേക്കോ ഞാൻ വലിയ ആളല്ലേ എന്നുള്ള ഭാവമില്ലാതെ ആരിൽ നിന്നും ഏതുപദേശവും മരണം വരെ നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കാം, അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ. അങ്ങനെ അദ്ദേഹം അതിനുശേഷം താടി വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി വളരെ സുന്ദരമായി. അങ്ങനെ ഒരു കഥ അദ്ദേഹത്തെ പറ്റിയുണ്ട്. അപ്പം ഇതാണ് മഹാത്മാക്കളുടെ ലക്ഷണം. മഹാത്മാക്കളുടെ ലക്ഷണം എന്താണ്? അവർക്ക് മൈത്രി, കരുണ, ആനന്ദം, ഉപേക്ഷ, ഒന്നിനെപ്പറ്റി യാതൊരു ആവശ്യമില്ലാത്ത മമതയോ മമാകാരമോ അടക്കിപ്പിടിക്കലോ ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള ഒരിത്, എല്ലാവരോടും സൗഹൃദം, വലിപ്പച്ചെറുപ്പമോ സ്ഥാനമാനങ്ങളോ ഒന്നും നോക്കാതെയുള്ള സൗഹൃദം, എപ്പോഴും മനസ്സിൽ ആത്മവിശ്വാസത്തിൻ്റെ ആനന്ദം, അതാണ്. പിന്നെ കരുണ, എല്ലാവരോടും ഒരുപോലെ പെരുമാറുള്ള കരുണ, ഇതാണ് മഹത്വത്തിൻ്റെ ലക്ഷണം. ഇത് തന്നെയാണ് നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും വളർത്തിയെടുക്കേണ്ടതെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. പ്രശാന്ത നിലയത്തിൽ വരുമ്പോൾ ഒരു ടെസ്റ്റുണ്ട്. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ, ഈ 4 സ്വഭാവമുണ്ടോ എന്നൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റുള്ളവർക്ക് മാത്രമേ പ്രശാന്ത നിലയത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയൂന്ന് അദ്ദേഹം സ്വാമി എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സായിരാം.